കൊല്ലം പരവൂരിലുണ്ടായ വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ കൊല്ലത്തെത്തിയിരിക്കുന്നു. അദ്ദേഹം ഇനി നേരെ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകളുടെ അടുത്തേക്ക് പോകും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ആളുകൾ കൊല്ലം ആശ്രമ മൈതാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാനെത്തിയിരുന്നു. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് തിരിക്കും. മരിച്ചവരുടെ ബന്ധുക്കളെ കാണുകയും ഒപ്പം അതിനുശേഷം അപകടം നടന്ന ക്ഷേത്ര പരിസരത്തേക്ക് പോകാനുമുള്ള സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് അന്തിമ തീരുമാനമായിട്ടില്ല. അദ്ദേഹം നേരെ ഇപ്പോൾ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്കാണ് പോകുന്നത്. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പരിക്കേറ്റ ആളുകളെ നേരിൽ കണ്ട് ചികിത്സയുടെ സൌകര്യങ്ങൾ ആരാഞ്ഞതിന് ശേഷമായിരിക്കും അദ്ദേഹത്തിന്റെ മറ്റ് പരിപാടികൾ തീരുമാനിക്കുക. തത്സമയ ദൃശ്യങ്ങളാണ്. ശ്യാമാർ ബാബുവാണ് കൊല്ലത്ത് നിന്നും വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ശ്യാമാർ ബാബുവാണുള്ളത്. അദ്ദേഹം എപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോൾ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊല്ലം ജനറൽ ആശുപത്രിയിലേക്ക് എത്തും. അദ്ദേഹം പരിക്കേറ്റവരെ നേരിൽ കാണുന്നതിന് വേണ്ടിയാണ് ജനറൽ ആശുപത്രിയിലേക്ക് വരുന്നത്. ഇപ്പോൾ അദ്ദേഹം ആശ്രമത്ത് ഹെലികോപ്റ്റർ മൈതാനത്ത് ഹെലികോപ്റ്റർ ഇറങ്ങിയ ശേഷം അദ്ദേഹം ജനറൽ ആശുപത്രിയിലേക്ക് വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ. അദ്ദേഹം അല്പസമയത്തിൽ ആശ്രമം മൈതാനത്ത് നിന്നും കൊല്ലം ജനറൽ ആശുപത്രിയിൽ ഏതാണ്ട് 2 കിലോമീറ്റർ മാത്രമാണുള്ളത്. അദ്ദേഹം അങ്ങനെയെങ്കിൽ അദ്ദേഹം ഒരു 2 വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അദ്ദേഹം ജനറൽ ആശുപത്രിയിലേക്ക് വരും. തുടർന്ന് അദ്ദേഹം ഇവിടെ ചികിത്സയിൽ കഴിയുന്ന രോഗികളെ നേരിൽ കാണും. അദ്ദേഹം ഇവിടെ പരവൂരിലെ അപകടവുമായി ബന്ധപ്പെട്ട് 27 പേരെയാണ് ഇവിടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. പൊള്ളലേറ്റ് 27 പേർ കൊല്ലം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മാത്രമല്ല ഇവരിൽ ചിലരുടെ ബന്ധുക്കൾ മരിച്ചവർ അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ടുണ്ട്. അവരുടെയും ബന്ധുക്കൾ ഈ ജനറൽ ആശുപത്രിയിലുണ്ട്. അവരെയും നേരിൽ കാണാനുള്ള സാധ്യത ഉണ്ട്. ഇതിനുശേഷം അദ്ദേഹം പരവൂരിലെ അപകടം നടന്ന സ്ഥലത്തേക്ക് പോകും. അപകടം നടന്ന പരവൂരിലെ കുറ്റിങ്ങൽ ദേവി ക്ഷേത്രത്തിലെ സമീപത്തേക്ക് അദ്ദേഹം പോകും. തുടർന്ന് അദ്ദേഹം ഉദ്യോഗസ്ഥരുമായി നേരിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന ഒരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നത് കൊല്ലം ആശ്രമം വ്യക്തത്തിലാണ്. കളക്ടർ അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഇതിൽ പങ്കെടുക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ച് ഇതുവരെ ഇനിയും വ്യക്തമായിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി നേരിൽ ചെന്നാണ് ആശ്രമം മൈതാനത്തു നിന്നും പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. തുടർന്ന് അദ്ദേഹം ഇതിലേക്ക്, അതായത് കൊല്ലത്തെ ജനറൽ ആശുപത്രിയിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്ന ഒരു വിവരമാണ് നമുക്ക് ഇവിടെ നിന്നും നൽകാൻ സാധിക്കുന്നത്. 27 രോഗികളാണ് ഇത്തരത്തിൽ അപകടത്തിൽ പരിക്കേറ്റ് 27 രോഗികളെ ഇവിടെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 27 പേരാണ് ഇവിടെ ചികിത്സയിലുള്ളത്. മാത്രമല്ല 71 മൃതശരീരങ്ങൾ സൂക്ഷിച്ചിരുന്നു. അതിൽ ഏതാണ്ട് 20-ലധികം എണ്ണം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയുണ്ടായി. തുടർന്ന് 27 മൃതശരീരങ്ങൾ തിരിച്ചറിയാത്ത വിധം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കാനുള്ള മൃതശരീരങ്ങൾ ഇവിടെ സൂക്ഷിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടും മാത്രമല്ല കാണാതായവരെ പരാതിയുമായി എത്തിയിരിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവരും ഇവിടെ തടിച്ചുകൂടി നിൽക്കുകയാണ്. മാത്രമല്ല ഈ സംഭവം കേട്ടറിഞ്ഞ നിരവധി പേർ, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ സംഭവം കേട്ടറിഞ്ഞ നിരവധി പേർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഏതാണ്ട് 500-ലധികം ആളുകൾ ഇപ്പോൾ ഈ ജനറൽ ആശുപത്രി പരിസരത്തുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ഈ വാർത്ത അറിഞ്ഞ് ഇത്തരത്തിൽ നാടിനെ ആ ഒരു ദുരന്തം അറിഞ്ഞ് കേട്ടറിഞ്ഞെത്തിയവരുമുണ്ട്. മാത്രമല്ല ബന്ധുക്കൾ ഇത്തരത്തിൽ പരവൂർ അപകടത്തിൽ മരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊല്ലം ആശ്രമം മൈതാനത്തെത്തി അല്പസമയത്തിനകം അദ്ദേഹം കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് തിരിക്കും. പരിക്കേറ്റ ആളുകളെ നേരിൽ കാണുകയാണ് ലക്ഷ്യം. തുടർന്ന് അദ്ദേഹം ഒരുപക്ഷെ അപകടം നടന്ന സ്ഥലത്തേക്കും സന്ദർശിച്ചേക്കും. വിവരങ്ങളാണ് ശ്യാമാർ ബാബു നൽകിക്കൊണ്ടിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തിരിച്ചുവരാം.